നിങ്ങളെല്ലാവരും കേട്ട് കാണും, ആദ്യത്തെ 1 കോടി ഉണ്ടാക്കാനാണ് ബുദ്ധിമുട്ട്, പിന്നീട് അങ്ങോട്ട് നമ്മളുടെ പൈസ നമുക്ക് വേണ്ടി പണിയെടുത്തിട്ട് നമുക്ക് അതിൽ നിന്ന് ജനറേറ്റ് ചെയ്ത് തരുമെന്ന്. യെസ്, മണി മേക്സ് മണി. അതുപോലെ തന്നെ ദ റിച്ച് ഗെറ്റ് റിച്ചർ, അങ്ങനത്തെയും നിങ്ങൾ കേട്ട് കാണും. അപ്പോൾ ശരിക്കും ഈ 1 crore മൈൽ സ്റ്റോൺ, 1 കോടീൻ്റെ മൈൽ സ്റ്റോണിന് ശേഷം എന്താണ് സംഭവിക്കണമെന്ന് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ 1 കോടി മാർജിൻ കടന്നു കഴിഞ്ഞാൽ ഇത്ര വലിയൊരു ഗ്രോത്ത് വരുന്നത് എന്നൊക്കെ ഞാൻ ക്രാക്ക് ചെയ്ത് തരാം. അതുപോലെ തന്നെ ഒരു സ്മാർട്ട് ഇൻവെസ്റ്റ്മെൻറ്റ്, മ്യൂച്വൽ ഫണ്ടിലൊക്കെ ഒരു സ്മാർട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് ഇതെങ്ങനെ റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റുമെന്നും പറഞ്ഞുതരാം. ഇന്ത്യയിലുള്ള മെജോറിറ്റി പീപ്പിളും മിഡിൽ ക്ലാസ് ആണ്. അവരുടെ നോളജ് ഇൻ ഫൈനാൻഷ്യൽ ലിറ്ററസി കാരണം കൂടുതൽ ആൾക്കാരും SIPസിലും മ്യൂച്വൽ ഫണ്ടിലും ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള സെക്ഷൻ വരുന്നത് ആദ്യത്തെ കുറച്ച് ലാക്സ് ആണ്, ലൈക്ക് ആദ്യത്തെ കുറച്ച് ലക്ഷങ്ങൾ അല്ലെങ്കിൽ ആദ്യത്തെ 1 crore. അതിനുശേഷം നമ്മുടെ ക്യാപിറ്റൽ സ്കെയിലും കോമ്പൗണ്ടിങ്ങും അവരുടെ മാജിക്ക് കാണിക്കും. അപ്പോൾ മിക്ക ഇൻവെസ്റ്റേഴ്സിനും ആദ്യത്തെ 1 കോടി ചേസ് ചെയ്യാനാണ് കൂടുതൽ ടൈം എടുക്കുക, പിന്നെ ബാക്കിയുള്ളത് കോമ്പൗണ്ടിങ്ങും ക്യാപിറ്റൽ സ്കെയിലും പണി ചെയ്യും. അപ്പോൾ നിങ്ങളുടെ ആദ്യത്തെ മൈൽ സ്റ്റോൺ എന്നുള്ള 1 കോടി രൂപ അച്ചീവ് ചെയ്യാൻ നിങ്ങൾക്ക് ചിലപ്പോൾ 5 കൊല്ലം എടുക്കുന്നുണ്ടാവും. പക്ഷേ നിങ്ങളുടെ നെക്സ്റ്റ് മൈൽ സ്റ്റോൺ എന്നുള്ള 2 കോടി രൂപ അച്ചീവ് ചെയ്യാൻ ജസ്റ്റ് 2 ഇയേഴ്സേ നിങ്ങൾക്ക് എടുക്കുന്നുണ്ടാവുള്ളൂ. അപ്പോൾ ഇവിടെ എന്താണ് മാജിക്കായിട്ട് സംഭവിച്ചത്? ഒരു ലക്കും ഒരു സീക്രട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ഒന്നും അല്ല. പക്ഷേ ഇവിടെ മെയിനായിട്ട് വന്നത് ഈ 3 കാര്യങ്ങളാണ്: ക്യാപിറ്റൽ സ്കെയില്, ടൈം, പിന്നെ കോമ്പൗണ്ടിങ്. ഈ 3 കാര്യങ്ങളാണ് ഇവിടെ കീ റോൾ പ്ലേ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ റൈറ്റ് ടൈമിലും റൈറ്റ് എമൗണ്ട് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റും ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇക്വിറ്റിയിലൊക്കെ നിങ്ങളുടെ പോർട്ട്ഫോളിയോ നല്ല രീതിയിൽ ബാലൻസ് ഔട്ട് ചെയ്തിട്ട് ഗോൾഡ് അലോക്കേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണിൻ്റെ മുന്നിൽ തന്നെ എക്സ്പോണൻഷ്യലായിട്ട് നിങ്ങളുടെ വെൽത്ത് ഗ്രോ ചെയ്യുന്നത് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ മൈൽ സ്റ്റോൺ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എങ്ങനെയൊക്കെ മ്യൂച്വൽ ഫണ്ടിലും ഗോൾഡിലും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളൊരു ഗൈഡൻസ് ആണ് ഇന്നത്തെ ഈ വീഡിയോ. ഹേ, ഐ ആം ശരത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഫൈനാൻഷ്യൽ റിലേറ്റഡ് ആയിട്ടുള്ള വല്ല ക്വയറീസോ ക്വസ്റ്റ്യൻസോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഇപ്പോൾ സ്ക്രീനിൽ കണ്ടാവും. ഓൾസോ ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പ് ലിങ്ക് ഉണ്ട്, ആ വഴി നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ലെറ്റ്സ് ബിഗിൻ. നമുക്ക് പവർ ഓഫ് സ്കെയിൽ നോക്കാം. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ 1 കോടി രൂപ ഉണ്ട്. അത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വിത്ത് 10% ഓഫ് റിട്ടേൺസ് ആനുവലി. അപ്പോൾ 10% റിട്ടേൺസ് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് 1 കൊല്ലം കഴിഞ്ഞാൽ 1 കോടി 10 ലക്ഷം രൂപയാണ് കിട്ടുക. 1.1 CR എന്ന് വെച്ചാൽ 10 ലക്ഷത്തിൻ്റെ പ്രോഫിറ്റാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. ഇൻ ദ സെയിം സെൻസ് ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ 10 ലക്ഷം രൂപയാണെങ്കിൽ സെയിം പെർസെൻറ്റേജ്, ലൈക്ക് 10% ഗ്രോത്ത് അനുസരിച്ച് അത് 1 കൊല്ലത്തെ വെച്ച് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ 11 ലക്ഷം രൂപയാണ് കിട്ടുക. ആകെ 1 ലക്ഷം രൂപേൻ്റെ പ്രോഫിറ്റ്. സെയിം പെർസെൻറ്റേജിലും സെയിം എഫേർട്ടിലും നിങ്ങൾക്ക് 10x പ്രോഫിറ്റ് ഡിഫറൻസ് ആണ് കാണുന്നത്. അതാണ് പവർ ഓഫ് സ്കെയിൽ. അപ്പോൾ അതാണ് നിങ്ങളുടെ കയ്യിൽ കൂടുതൽ ക്യാപിറ്റൽ സ്കെയിൽ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പൈസ കൂടുതൽ പണിയെടുത്തിട്ട് കൂടുതൽ പൈസ ജനറേറ്റ് ചെയ്ത് തരും. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനൊക്കെ മനസ്സിലാക്കിയ ശേഷമാണ് കൂടുതൽ ഇൻവെസ്റ്റേഴ്സും സേവിങ്സിൽ നിന്ന് സ്ട്രാറ്റജൈസിംഗ് എന്നുള്ള കാറ്റഗറിയിലോട്ട് മാറുന്നത്. ആ ഒരു മൊമെൻറ്റിന് ശേഷം നിങ്ങൾ ഡൈവേഴ്സിഫൈ ചെയ്തിട്ട് നിങ്ങളുടെ പോർട്ട്ഫോളിയോ അലോക്കേറ്റ് ചെയ്യാൻ തുടങ്ങും. ലൈക്ക് ഇക്വിറ്റിയിൽ, ഗോൾഡ് അലോക്കേഷൻസിൽ, ഗ്ലോബൽ എക്സ്പോഷർ ഉള്ള അലോക്കേഷൻസിൽ, ഇതൊക്കെ ശരിയ ബേസ് കൺവെൻഷൻ വഴിയുള്ള മെത്തേഡ്സിലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ ഈ സിനാരിയോയിലൊക്കെ കോമ്പൗണ്ടിങ്ങിൻ്റെ മാജിക്ക് ടേക്ക് ആവുന്നുണ്ട്. പക്ഷേ കോമ്പൗണ്ടിങ് എന്ന് പറഞ്ഞാൽ റിട്ടേൺസ് മാത്രമല്ല, അത് നമ്മുടെ ടൈമും പേഷ്യൻസ് നമ്മുടെ കൺസിസ്റ്റൻസിക്കും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഒരു പ്രാക്ടിക്കൽ എക്സാമ്പിൾ എടുത്ത് നോക്കാം. നിങ്ങൾ മാസം 1 ലക്ഷം രൂപയാണ് SIP എമൗണ്ട് അടയ്ക്കുന്നത്. അപ്പോൾ 1 ലക്ഷം രൂപ നിങ്ങൾ മന്ത്ലി ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ 1 കൊല്ലത്തിൽ നിങ്ങൾ 12 ലക്ഷം രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ ആ കേസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഫസ്റ്റ് മൈൽ സ്റ്റോൺ എന്നുള്ള 1 കോടി രൂപ ആവാൻ വേണ്ടി നിങ്ങൾ 6 കൊല്ലം കണ്ടിന്യൂസ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം. പക്ഷേ നിങ്ങളുടെ സെക്കൻഡ് മൈൽ സ്റ്റോൺ എന്നുള്ള 2 crore rupees നിങ്ങൾക്ക് വെറും 3.5 ഇയേഴ്സിൽ അച്ചീവ് ചെയ്യാൻ പറ്റും. ഇനി അത് കഴിഞ്ഞിട്ടുള്ള തേർഡ് മൈൽ സ്റ്റോൺ എന്നുള്ള 3 കോടി രൂപ നിങ്ങൾക്ക് വെറും 2.5 വർഷം കൊണ്ട് 2.5 ഇയേഴ്സും കൊണ്ട് അച്ചീവ് ചെയ്യാൻ പറ്റും. പിന്നെ അതിനുശേഷം അത് വീണ്ടും കുറഞ്ഞ് വരിക ചെയ്യുക. അതാണ് കോമ്പൗണ്ടിങ്ങിൻ്റെ പവർ. അപ്പോൾ നിങ്ങളുടെ പൈസ വർക്ക് ചെയ്യുന്നത് നിങ്ങളുടെ ക്യാപിറ്റലിൽ മാത്രമല്ല, നിങ്ങൾക്ക് റിട്ടേൺസ് കിട്ടിയ എമൗണ്ടിലും കൂടിയിട്ടാണ് ആ പൈസ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത്ര അധികം ഗ്രോത്ത് നമ്മൾ കാണുന്നത്. അതാണ് കോമ്പൗണ്ടിങ്ങിൻ്റെ കീ ഫീച്ചർ. അപ്പോൾ 5 കോടി എന്നുള്ളതിൻ്റെ മൈൽ സ്റ്റോൺ നിങ്ങൾ ക്രോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നുള്ള കോടികൾ നിങ്ങൾക്ക് ജസ്റ്റ് 2 കൊല്ലം കൊണ്ടൊക്കെ കവർ ചെയ്യാൻ പറ്റും. അതും നിങ്ങൾക്ക് മന്ത്ലി നിങ്ങളുടെ SIP എമൗണ്ട് കൂട്ടാതെ തന്നെ നിങ്ങൾക്ക് ആ ഗോൾ അച്ചീവ് ചെയ്യാനും പറ്റും. ഇനി അടുത്ത കേസാണ് ടൈം, ലൈക്ക് സമയത്തിൻ്റെ നമ്മളെപ്പോൾ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങുന്നു. അപ്പോൾ ഇവിടെ നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. A പറഞ്ഞ ഒരാൾ അയാളുടെ 30ാമത്തെ വയസ്സിൽ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. B പറഞ്ഞ ആൾ അയാളുടെ 40ാമത്തെ വയസ്സിലാണ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത്. 2 പേരും 1 lakh SIP ആണ് മന്ത്ലി ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ 2 പേരും അപ് ടു 60ാമത്തെ വയസ്സ് വരെ മന്ത്ലി ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. സോ എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് 30 ഇയേഴ്സ് കണ്ടിന്യൂസ് ആയിട്ടാണ്, ബീൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് 20 ഇയേഴ്സ് കണ്ടിന്യൂസ് ആയിട്ടാണ്. ഓൾസോ 2 പേരും സെയിം ഫണ്ട് സെയിം റിട്ടേൺസിന് അനുസരിച്ചാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. B അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട് കുറച്ച് കൂട്ടി, കാരണം 2 പേരുടെയും ഇൻവെസ്റ്റഡ് എമൗണ്ട് സെയിം ആവാൻ വേണ്ടിയിട്ട്.
പക്ഷേ രണ്ടുപേരുടെയും കോർപ്പസ് നോക്കുന്ന സമയത്ത് എൻ്റെ കോർപ്പസ് ബിനെക്കാട്ടിലും ട്വൈസ് കൂടുതലാണ്. പക്ഷേ എ 10 കൊല്ലം മുന്നേ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ആ 10 ഇയേഴ്സ് ഫസ്റ്റ് 10 ഇയേഴ്സ് ഭയങ്കര ക്രൂഷ്യലായിട്ട് അവിടെ റോൾ പ്ലേ ചെയ്തു. സോ എത്ര നേരത്തെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങുന്നോ അത്രയും നല്ലത്. അവിടെ കോമ്പൗണ്ടിങ്ങിന് മാജിക് പ്രിഫർ ചെയ്യാൻ വേണ്ടി കൂടുതൽ ടൈം കിട്ടി, ലൈക്ക് ഒരു 10 വർഷം കൂടുതൽ കിട്ടി. സോ ടൈം മേക്സ് യുവർ ഇൻവെസ്റ്റ്മെൻറ്റ്. ഇനി വേറൊരു കേസും കൂടി, ലൈക്ക് നിങ്ങൾ 25 കൊല്ലം കണ്ടിന്യൂസ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് ഒരു സ്പെസിഫിക് എമൗണ്ട്. ആ SIP എമൗണ്ട് നിങ്ങൾ ഒരിക്കലും കൂട്ടുന്നില്ല, കണ്ടിന്യൂസ് ആയി 25 വർഷം സെയിം എമൗണ്ട് തന്നെ അടയ്ക്കുന്നത്. പക്ഷെ വേറൊരാൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 4 to 5% SIP ഇൻക്രീസ് ചെയ്യുന്നുണ്ട് ഇയർലി. അങ്ങനെ സംഭവിക്കുമ്പോൾ റഫ് കേസ് സിനാരിയോയിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് പറയുന്നത് 1.6 crore rupees ആവും, മറ്റൊരാൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് പറയുന്നത് 2.6 crore rupees ആവും. അപ്പോൾ അങ്ങനത്തെ ഒരു കേസ് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ ക്യാപിറ്റൽ സ്കെയിൽ കുറവാണ്, സോ അതിനനുസരിച്ചുള്ള ഗ്രോത്ത് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവുള്ളൂ. പക്ഷേ മറ്റൊരാളുടെ കേസിൽ അവരുടെ ക്യാപിറ്റൽ സ്കെയിൽ നല്ലോണം കൂടും ചെയ്തു, അതിനനുസരിച്ചുള്ള റിട്ടേൺ അവർക്ക് കിട്ടും ചെയ്യും. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ഇനി റിയൽ ലൈഫ് എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ 1 ലക്ഷം രൂപ SIP എമൗണ്ട് 10% റിട്ടേൺസ് വരുന്ന ഒരു ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ 1.2 CR ആവും 25 കൊല്ലം കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലുണ്ടാവുക. ഇൻ ദ സെയിം സെൻസ് ഒരു 10% ഇൻക്രീസ് നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ SIP എമൗണ്ടിന് നിങ്ങളുടെ കോർപ്പസ് എന്ന് പറയുന്നത് 2.6 crore ആവും വരും ആഫ്റ്റർ 25 കൊല്ലം. അപ്പോൾ ഇനി നിങ്ങൾ ബെസ്റ്റ് ഫണ്ടിൻ്റെയും ബെസ്റ്റ് ഇക്വിറ്റീൻ്റെയും പിന്നാലെ പോകാതെ നിങ്ങൾ ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്ത ഫണ്ട്സിൽ സ്കെയിലപ്പ് ചെയ്യുക. അപ്പോൾ അങ്ങനെ നിങ്ങൾ ബിൽഡ് ചെയ്തിട്ട് 1 കോടി രൂപ ആയിട്ടുണ്ടെങ്കിൽ ഈ സ്കെയിലിംഗ് എഫക്റ്റ് അൺസ്റ്റോപ്പബിൾ ആണ്. നിങ്ങൾക്ക് വേണ്ടി ആ 1 കോടി രൂപ പണിയെടുത്തോളൂ. അപ്പോൾ നിങ്ങൾ സ്മാർട്ട്ലി ഡൈവേഴ്സിഫൈ ചെയ്തിട്ട് വേണം ഇൻവെസ്റ്റ് ചെയ്യാൻ. എത്തിക്കൽ ഫണ്ടും ഗോൾഡ് അലോക്കേഷനും ഒരു ഗുഡ് ഓപ്ഷനാണ്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഒരു ബെസ്റ്റ് പെർഫോമൻസ് ഫണ്ട് പറയുന്നത് ടാറ്റ എത്തിക്കൽ ഫണ്ടാണ്. അതിൻ്റെ CAGR വാല്യൂ ലാസ്റ്റ് 10 ഇയേഴ്സ് വെച്ച് നോക്കുമ്പോൾ 13% ആണ് വരുന്നത്. അതിൻ്റെ AUM വാല്യൂ വരുന്നത് 3500 കോടിയും. പിന്നെ അടുത്താണ് ടോറസ് എത്തിക്കൽ ഫണ്ട്. അതിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലും ഇക്വിറ്റി പോർട്ട്ഫോളിയോയിൽ റിലേറ്റഡ് ആണ്. അപ്പോൾ അത് ഷോർട്ട് ടേമിൽ വോളറ്റൈൽ ആണ്, പക്ഷേ ഹിസ്റ്റോറിക്കലി നോക്കുമ്പോൾ അത് നല്ല സ്ട്രോങ് ആണ്. ഇനി പുതുതായിട്ട് വന്നാണ് ക്വാണ്ടം എത്തിക്കൽ ഫണ്ട്. അതിൻ്റെ ഫോക്കസ് വരുന്നത് സസ്റ്റൈനബിലിറ്റിയിലും ഗവർണൻസ് ഡ്രിവൺ കമ്പനിയിലുമാണ്. അത് നിങ്ങളുടെ പോർട്ട്ഫോളിയോ റെസ്പോൺസിബിൾ ആയിട്ട് ഡൈവേഴ്സിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യും. ഇനി നമ്മുടെ പോർട്ട്ഫോളിയോയ്ക്ക് സ്റ്റെബിലിറ്റിയും പ്രൊട്ടക്ഷൻ തരുന്ന അസറ്റ്സ്, ഓഫ് കോഴ്സ് ഗോൾഡ് ആൻഡ് സിൽവർ. അത് ഇൻഫ്ലേഷൻസ് നിന്നും ഇക്വിറ്റി കറക്ഷൻസ് നിന്നും നമ്മുടെ പോർട്ട്ഫോളിയോനെ ഹോൾഡ് ചെയ്യും. ലാസ്റ്റ് ഡിക്കേഡ് നോക്കുന്ന സമയത്ത് ഗോൾഡിൻ്റെ CAGR ഗ്രോത്ത് കാണിക്കുന്നത് 10 to 12% ആണ്. അതുകൊണ്ട് നമ്മുടെ പോർട്ട്ഫോളിയോ അത് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ബാലൻസും സപ്പോർട്ടും തന്നിട്ടുണ്ട്. അപ്പോൾ 2 അലോക്കേഷൻ കൂടി ഒരുമിച്ച് നമ്മൾ കൊണ്ടുപോകുമ്പോൾ നമ്മുടെ പോർട്ട്ഫോളിയോയിൽ അത് നല്ല സ്റ്റെബിലിറ്റി നല്ല ഗ്രോത്തും കാണിക്കുന്നുണ്ട്. അപ്പോൾ 1 കോടി രൂപേൻ്റെ മുകളിലുള്ള വെൽത്ത് നിങ്ങൾ മാനേജ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു മസ്റ്റാണ് ഈ 2 അലോക്കേഷൻസും. അപ്പോൾ ഇനി എല്ലാം കൂടി നമുക്കൊന്ന് സമ്മറൈസ് ചെയ്യാം. ഒരു സാമ്പിൾ സ്ട്രാറ്റജി ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ കേസായിട്ട് ഒരു 6 to 8 LPA ഉള്ള ഒരു ഇന്ത്യൻ ഇൻവെസ്റ്ററിനെ കൺസിഡർ ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ എത്ര നിങ്ങളെ കൊണ്ട് പറ്റുക അത്രയുള്ള SIP വെച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് 1000 രൂപ വെച്ചിട്ട് നമുക്ക് SIP സ്റ്റാർട്ട് ചെയ്യാം ഫ്രം ദ വെരി ഫസ്റ്റ് മന്ത് ഏതെങ്കിലും ഒരു ഇക്വിറ്റി ഫണ്ടിൽ. അപ്പോൾ കുറച്ച് വർഷത്തിൻ്റെ ഉള്ളിൽ തന്നെ അത് ലാക്സ് ആയിട്ട് കൺവേർട്ട് ആവും വിത്ത് 8 to 12% റിട്ടേൺസിൽ. പിന്നെ നിങ്ങളുടെ ഗ്രോത്തിനനുസരിച്ച് നിങ്ങൾ കൂടുതൽ SIP ഇൻവെസ്റ്റ് ചെയ്യുക. പിന്നെ ഡൈവേഴ്സിഫൈ ടു അതർ ഫണ്ട്സ് ഓൾസോ. സേ ഒരു 2000-3000 എമൗണ്ട് നിങ്ങൾ നിങ്ങളുടെ SIP ആയിട്ട് കൂട്ടുകയാണ്. ഇങ്ങനെ നിങ്ങൾ SIP എമൗണ്ട് കൂട്ടുന്നതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ ഡൈവേഴ്സിഫൈ ചെയ്ത് സെക്ടർ അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡബിൾ ഡിജിറ്റിൻ്റെ റിട്ടേൺസ് വരാൻ തുടങ്ങും. അപ്പോൾ നിങ്ങളുടെ കോർ ഫണ്ട് ഏറെക്കുറെ സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി ഡൈവേഴ്സിഫൈ ചെയ്തിട്ട് കുറച്ചും കൂടി ഹൈ റിസ്ക് ഫണ്ടിലും അതുപോലെ തന്നെ ഇക്വിറ്റിയിലും നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പാൻഡ് ചെയ്യുക. ഇതിനോടൊപ്പം തന്നെ നിങ്ങൾ സ്റ്റെബിലിറ്റിക്ക് വേണ്ടി ഗോൾഡിലോ അല്ലെങ്കിൽ സിൽവറിലോ ഇൻവെസ്റ്റും ചെയ്യുക. അപ്പോൾ കൂടുതൽ റിസ്ക് ഉള്ള ഫണ്ട്സിലും ഇക്വിറ്റിയിലൊക്കെ നിങ്ങൾ പോകുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ SIP എമൗണ്ട് കൂട്ടിയിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. അപ്പോൾ നിങ്ങളുടെ SIPയിലുള്ള ചെറിയ ഇൻക്രീസ് തന്നെ നിങ്ങൾക്ക് 2% റിട്ടേൺസ് കൂട്ടാനുള്ള ചാൻസ് വൈഡനപ്പ് ചെയ്ത് തരും. നിങ്ങൾ ഒഴിവാക്കേണ്ട മിസ്റ്റേക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് വണ്ണാണ് ഒരു ലാർജ് ലംസം എമൗണ്ട് ഞാൻ ഉണ്ടാക്കിയ ശേഷമാണ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ എന്നുള്ളത്. അങ്ങനെ ചെയ്യാൻ പാടില്ല. കോമ്പൗണ്ടിങ് വർക്ക് ചെയ്യുന്നത് വിത്ത് റെസ്പെക്ട് ടു ടൈമാണ്. സോ അടുത്ത 5 കൊല്ലത്തിൽ എനിക്ക് ഇൻക്രിമെൻറ്റ് കിട്ടും, ആ ടൈമിൽ ഞാൻ തുടങ്ങാമെന്നുള്ള തോട്ട് ഒഴിവാക്കിയിട്ട് നിങ്ങളെ കൊണ്ട് ഇപ്പോൾ എത്ര പറ്റുന്നതിനുള്ള ആ എമൗണ്ട് വെച്ച് തുടങ്ങാം. അതൊരു 100 രൂപയാവട്ടെ, അത് വെച്ച് നിങ്ങൾക്ക് തുടങ്ങാം. അടുത്താണ് ചേസിങ് ലാസ്റ്റ് ഇയേഴ്സ് പെർഫോമർ എന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ട് ഈ കൊല്ലം നല്ല രീതിയിൽ പെർഫോം ചെയ്തില്ല, അതുകൊണ്ട് നിങ്ങൾ കഴിഞ്ഞ കൊല്ലം നല്ലോണം പെർഫോം ചെയ്ത ഫണ്ടിലോട്ട് ചാടി. അല്ലെങ്കിൽ ഗോൾഡ് കഴിഞ്ഞ കൊല്ലം 40% റിട്ടേൺസാണ് നമുക്ക് തന്നിരിക്കുന്നത്, പക്ഷേ ഈ കൊല്ലം എത്ര തന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളത് നിർത്തുക. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. നമ്മുടെ ഫണ്ടിന് വേണ്ടി നമ്മുടെ കൺസിസ്റ്റൻസി നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിക്കുള്ള റിട്ടേൺസ് നമുക്കതിന് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കോർ ഐഡിയ. നിങ്ങളുടെ ഫസ്റ്റ് കോടിയാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ള കാര്യം. അവിടെ നിങ്ങൾ ഡിസിപ്ലിൻഡും പേഷ്യൻറ്റും കൺസിസ്റ്റൻ്റ് ആയിട്ട് SIP അടച്ചിട്ടുണ്ടെങ്കിൽ ആ ഗോൾ നിങ്ങൾക്ക് സുഖമായിട്ട് അച്ചീവ് ചെയ്യാം. അതിനുശേഷം നിങ്ങളുടെ വെൽത്ത് ആക്സലറേറ്റ് ചെയ്യാൻ തുടങ്ങും. അവിടെ നിങ്ങളുടെ റിട്ടേൺസ് കോമ്പൗണ്ട് ഓൺ റിട്ടേൺസ് എന്ന് വെച്ചാൽ നിങ്ങളുടെ പൈസ നിങ്ങൾക്ക് വേണ്ടി അവിടെ പണിയെടുക്കാൻ തുടങ്ങും.
ഓൾസോ കൺസിസ്റ്റൻ്റ് ആയിട്ട് സെയിം എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാതെ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എല്ലാ കൊല്ലവും സ്കെയിൽ ചെയ്യാനും ഓർക്കുക. ഓൾസോ നിങ്ങളുടെ കോർപ്പസ് വലുതാവുന്നതനുസരിച്ച് എത്തിക്കൽ ഡൈവേഴ്സിഫിക്കേഷൻ കോർപ്പസിൽ കൊണ്ടുവരിക. അതിൻ്റെ ഒപ്പം തന്നെ ഗോൾഡ് അലോക്കേഷൻ സേഫ്റ്റിക്ക് വേണ്ടി കൊണ്ടുവരിക, ഇക്വിറ്റി ഗ്രോത്തിന് വേണ്ടി കൊണ്ടുവരിക. അപ്പോൾ നെക്സ്റ്റ് 10 ഇയേഴ്സിൽ ഇതുപോലെ സ്ട്രാറ്റജിക് ആയിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മൈൽ സ്റ്റോൺ ആയിട്ടുള്ള 1 കോടിയുടെ പോർട്ട്ഫോളിയോ സുഖമായിട്ട് 2.5 കോടിയോ 3 കോടിയോ ആവാനുള്ള ചാൻസ് ഉണ്ട്. അതും വിത്ത് മോഡറേറ്റ് റിസ്ക് ആൻഡ് ഡിസിപ്ലിൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ ആദ്യത്തെ 1 കോടി കോർപ്പസ് ഉണ്ടാക്കാനോ അതോ നിങ്ങളുടെ 5 കോടി കോർപ്പസ് വീണ്ടും ഇംപ്രൂവ് ചെയ്യാനോ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ സോർട്ട് ഔട്ട് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഗൈഡ് ചെയ്യാം. സോ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ഓർ ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പ് ലിങ്ക് കിടപ്പുണ്ട്, ആ വഴി നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒരു പേഴ്സണലൈസ്ഡ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനും അതുപോലെ തന്നെ ഇപ്പോൾ പറഞ്ഞ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻസൊക്കെ എക്സിക്യൂട്ട് ചെയ്യാനും വേണ്ടിയിട്ടും ഗൈഡ് ചെയ്ത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ജേർണി സ്റ്റാർട്ട് ചെയ്യും. എവറി ഇയർ ഓർ മന്ത് യു ഡിലേ, കോമ്പൗണ്ടിങ്ങും അതിൻ്റെ ഒപ്പം ഡിലേ ആവും. അപ്പോൾ ഈ ബ്രേക്ക് ഡൗൺ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ ഡു സബ്സ്ക്രൈബേഴ്സ് ആൻഡ് ഷെയർ ഇറ്റ് വിത്ത് യുവർ ഫ്രണ്ട്സ്.